ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിതാ പുതിയൊരു ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് എക്സാമിന് യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ട് തന്നെയാണ് എത്തിയിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ഓപ്പറേഷൻസ് മാനേജ്മെന്റ് ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെന്റിലെ കുറച്ച് MCQs വർക്കൗട്ട് ചെയ്യാൻ പോവാം. എക്സാമിന് 15 മാർക്കിന് MCQ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ. അത് ക്രാക്ക് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ പകുതി ആശ്വാസമായി. സോ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ MCQs ആണ് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. ഇതിനു മുമ്പ് ഞാനൊരു സെഷൻ ചെയ്തിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണണം. അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. സോ നമ്മൾ ഇന്ന് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത് 2023 ജൂൺ ടേമിലെ 2022 സിലബസിലെ MCQ 2016 സിലബസിലെ MCQ ആണ്. സ്റ്റാർട്ട് ചെയ്താലോ? ഉഷാറാണോ എല്ലാവരും? ഓക്കെ. അപ്പൊ നമ്മൾ ആദ്യം പോകുന്നത് 2022 സിലബസ്, ജൂൺ 2023 ടേമിലെ 2022 സിലബസിലെ MCQs ആണ്. ഓക്കെ, നമുക്ക് MCQയിലേക്ക് വന്നാലോ? ബയോ നോക്കി. ചൂസ് ദി കറക്റ്റ് ആൻസർ ഫ്രം ദി ഗിവൺ ആൾട്ടർനേറ്റീവ്സ്. യു മേ റൈറ്റ് ഓൺലി ദി റോമൻ ന്യൂമറൽ ആൻഡ് ദി ആൽഫബറ്റ് ചൂസൺ ഫോർ യുവർ ആൻസർ. ഒരു തരത്തിലുള്ള എക്സ്പ്ലനേഷനിലേക്കും നിങ്ങൾ പോകേണ്ടതില്ല. ജസ്റ്റ് ആൻസർ മാത്രം എഴുതിയാൽ മതി. ഏത് ഓപ്ഷൻ ആണെന്നുള്ളത് എഴുതിയാൽ മാത്രം മതി എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോ. വിത്ത് റെഫറൻസ് ടു ദി ആസ്പെക്ട് ഓഫ് കസ്റ്റമർ സർവീസ് അണ്ടർ ഓപ്പറേഷൻസ് മാനേജ്മെന്റ്, if primary consideration focuses on movement of a given requested or acceptable specification, its corresponding principal function will be. ഏതായിരിക്കും? ഈ ഒരു സെന്റൻസിൽ നിന്ന് തന്നെ നമുക്ക് അതിന്റെ ആൻസർ കിട്ടും. മൂവ്മെന്റ് ഓഫ് എ ഗിവൺ റിക്വസ്റ്റഡ് ഓർ അക്സെപ്റ്റബിൾ സ്പെസിഫിക്കേഷൻ. മൂവ്മെന്റ്, ട്രാൻസ്പോർട്ട് ആണ് അതിന് ആൻസർ. ട്രാൻസ്പോർട്ട്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ MCQയിലേക്ക് വരാം. വായിച്ചു നോക്കി. Which one of the following forecasting is more useful in production planning? താഴെ പറയുന്നതിൽ ഏത് ടേം ഫോർകാസ്റ്റിംഗ് ആണ് പ്രൊഡക്ഷൻ പ്ലാനിങ്ങിന് യൂസ്ഫുൾ ആവുക? ഷോർട്ട് ടേം ഫോർകാസ്റ്റിംഗ് ആണ് പ്രൊഡക്ഷൻ പ്ലാനിങ്ങിൽ കൂടുതൽ യൂസ്ഫുൾ ആവുക. ഓക്കെ, ദെൻ മൂന്നാമത്തെ ചോദ്യം. In which one of the following layouts similar type of machines and services are located together? സിമിലർ ടൈപ്പിലുള്ള മെഷീൻസും സർവീസും ഒക്കെ ഒന്നിച്ച് ഒരിടത്ത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഏത് തരം ലേഔട്ടിലാണ്? നിങ്ങൾക്കറിയാം, പ്രോസസ് ലേഔട്ടിൽ. സിമ്പിൾ അല്ലേ? ഓക്കെ, ക്ലിയർ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ. അടുത്ത MCQയിലേക്ക് പോയാലോ? ബയോ നാലാമത്തെ. പോയിന്റ് റേറ്റിംഗ് മെത്തേഡ് ഈസ് ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത്. നിങ്ങൾ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം പഠിച്ചപ്പോ പോയിന്റ് റേറ്റിംഗിനെ പറ്റിയിട്ട് പഠിച്ചോ? ഇല്ല. സിമുലേഷൻ പഠിച്ചപ്പോ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. ക്യൂയിങ് സിസ്റ്റത്തിൽ ഒരിക്കലും ഇല്ല. ജോബ് ഇവാലുവേഷനിലാണ് പോയിന്റ് റേറ്റിംഗ് മെത്തേഡ് ആപ്ലിക്കേഷൻ ലെവലിൽ നമുക്ക് ആവശ്യമായിട്ട് വരിക. ഓക്കെ, ദെൻ അഞ്ചാമത്തെ ചോദ്യം. ദ റേഷ്യോ ഓഫ് ആക്ച്വൽ പ്രൊഡക്ഷൻ ടു ദി സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ ഈസ് റെഫേർഡ് ടു ആസ്. എന്താണ്? പ്രൊഡക്ടിവിറ്റിയുടെ ഇക്വേഷൻ അല്ലേ ആക്ച്വൽ പ്രൊഡക്ഷൻ ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ ഇൻടു 100 അല്ലേ? ഓക്കെ, ദെൻ ആറാമത്തെ ചോദ്യം. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് ദ പ്രൊജക്ട് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ പ്രോഗ്രാം? താഴെ പറയുന്നതിൽ ഏതാണ് പ്രൊജക്ട് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ പ്രോഗ്രാം? MS പ്രൊജക്ട്. ദെൻ ഏഴാമത്തെ ചോദ്യം. ദ ടൈപ്പ് ഓഫ് സ്പെയർ പാർട്സ് വിച്ച് ഓൾദോ അക്നോളജ്ഡ് ടു ഹാവ് എ ലോങ് ലൈഫ് ഓർ എ സ്മോൾ ചാൻസ് ഓഫ് ഫെയിലിയർ would cause a long shutdown of equipment because it would take a long time to get a replacement for them are known as capital spares. കൂടുതൽ ലൈഫ്, ചാൻസ് ഓഫ് ഫെയിലിയർ സ്മോളർ ആണ്, അതുപോലെ തന്നെ ഷട്ട് ഡൗൺ ആയി കഴിഞ്ഞാൽ റീപ്ലേസ് ചെയ്യാൻ കൂടുതൽ താമസം എടുക്കും. എന്ത് തരം സ്പെയർസ് ആണ്? ക്യാപിറ്റൽ സ്പെയർസ്. നെക്സ്റ്റ്, എട്ടാമത്തെ MCQ. Which of the following is not the method used for operations research problems? ഓപ്പറേഷൻ റിസർച്ച് പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഓപ്റ്റ് ചെയ്യാത്ത മെത്തേഡ് ഇതിൽ ഏതാണ്? അനലിറ്റിക്കൽ മെത്തേഡ് നമ്മൾ ഓപ്റ്റ് ചെയ്യാറുണ്ട്, സിമുലേഷൻ മെത്തേഡ് ഓപ്റ്റ് ചെയ്യാറുണ്ട്, ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ഓപ്റ്റ് ചെയ്യാറുണ്ട്. സോ നൺ ഓഫ് ദി എബോവ് ആണ് ആൻസർ. നൺ ഓഫ് ദി എബോവ്. ക്ലിയർ ആണോ ഇത്രയും കാര്യങ്ങൾ? നെക്സ്റ്റ് നോക്കിയേ. B. State whether the following statement are true or false.
You may write only the Roman numeral and whether true or false without copying the statements into the answer books. True or false കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഇവരവിടെ പ്രത്യേകം പറയുന്നുണ്ട് റോമൻ ന്യൂമറലും ക്വസ്റ്റ്യന്റെ റോമൻ ന്യൂമറലും ട്രൂ ആണോ ഫോൾസ് ആണോ എന്നുള്ളത് മാത്രം എഴുതിയാൽ മതി. നിങ്ങൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, സ്റ്റേറ്റ്മെന്റ് ആൻസർ ബുക്കിലേക്ക് കോപ്പി ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The term operations management is more used for a system where tangible goods are produced. നമ്മൾ ആൻസർ എഴുതേണ്ടത് എങ്ങനെയാണ്? ഞാൻ കാണിച്ചു തരാം. റോമൻ ന്യൂമറൽ എഴുതുക. ഇത് ട്രൂ ആണോ ഫോൾസ് ആണോ? ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ ഫോൾസ് ആണോ? ഗുഡ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലെ ഓപ്പറേഷൻസ് മാനേജ്മെന്റ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുള്ളൂ. ശരിയാണോ? അത് ഒരിക്കലും അല്ല, ഫോൾസ് ആണ്. സർവീസിനും പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അല്ലേ? ഓക്കെ. ആഗ്രിഗേറ്റ് പ്ലാനിങ് രണ്ടാമത്തെ നോക്കുക. ആഗ്രിഗേറ്റ് പ്ലാനിങ് ഈസ് ആൻ ഇന്റർമീഡിയറ്റ് ടേം പ്ലാനിങ്. അറിയാം, ശരിയാണത് അല്ലേ? ട്രൂ. ട്രൂ കാണുന്നുണ്ടല്ലോ. The first and the foremost stage of design thinking is prototype. ഡിസൈൻ തിങ്കിങ്ങിന്റെ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പ്രോട്ടോടൈപ്പ് ആണെന്ന് പറഞ്ഞിരിക്കുന്നു. തെറ്റാണ് കേട്ടോ, തെറ്റാണ്. ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് എംപതി ആണ്, എംപതി കേട്ടോ. ഓക്കെ, സോ ഫോൾസ് ആണ് ഈ സ്റ്റേറ്റ്മെന്റ്. Then the ISO standards are reviewed every 10 years. പൊട്ടത്തെറ്റാണ്. 5 വർഷം കൂടിയിരിക്കുമ്പോഴാണ് റിവൈസ് ചെയ്യുന്നത്. ഓക്കെ, ശരി. എഴുതിയോ എല്ലാവരും? നോട്ട് ചെയ്തോ? ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കയ്യിലുണ്ടെങ്കിൽ എടുത്തു വെച്ച് നോട്ട് ചെയ്തോ. അടുത്തത് fill in the blanks ആണ്. fill in the blanks. ദാ നോക്കിയേ. You may write only the Roman numeral and the content, filling the blank. റോമൻ ന്യൂമറൽ ക്വസ്റ്റ്യന്റെ റോമൻ ന്യൂമറലും ആ ഒരു ഫില്ല് ചെയ്യേണ്ട കണ്ടന്റും എഴുതിയാൽ മതി എന്നാണ് പറയുന്നത്. ഓപ്പറേഷൻസ് മാനേജ്മെന്റ് ഈസ് കൺസേൺഡ് എസെൻഷ്യലി വിത്ത് ദ യൂട്ടിലൈസേഷൻ ഓഫ് resources. A dash can be considered as a means of graphically depicting all the operations involved in a project. Graphical representation. പ്രൊജക്ട് മാനേജ്മെന്റിലെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ എന്ന് പറയുമ്പോൾ അതിനെ എന്തെന്നാ നമ്മൾ പറയുന്നത്? നെറ്റ്വർക്ക് അല്ലേ? റോമൻ ന്യൂമറലും ആൻസറും കണ്ടന്റ് എഴുതുക. നെറ്റ്വർക്ക്. Then third one, the two types of maintenance cost need to be balanced. Cost of premature replacement and cost of breakdown. രണ്ടു തരം കോസ്റ്റ് ആണുള്ളത്, റീപ്ലേസ്മെന്റ് കോസ്റ്റും ബ്രേക്ക് ഡൗൺ കോസ്റ്റും. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഇതാ ഇവിടെ ഈ 3 fill in the blanks ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 3 മാർക്ക് ഓക്കെ കിട്ടി അല്ലേ? ദെൻ ഈ ട്രൂ ഓർ ഫോൾസ് നമ്മൾ കറക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്യുകയാണെങ്കിൽ 4 മാർക്ക്. അപ്പൊ 4 3 7 ആയേ. ദെൻ ഈ ഒരു MCQന്റെ 8 മാർക്ക്. അപ്പോൾ 8 7 15 മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തയിലേക്ക് പോയാലോ? അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോവാം. 2023 ജൂൺ ടേമിൽ തന്നെ ചോദിച്ച 2016 സിലബസിലെ ഓപ്പറേഷൻസ് മാനേജ്മെന്റ് ആൻഡ് സ്ട്രാറ്റജി മാനേജ്മെന്റ് MCQ വർക്ക്ഔട്ട് ചെയ്താലോ? ബാബുരെ ഇവിടെ അവർ പറയുന്നുണ്ട്, യു മേ റൈറ്റ് ഓൺലി ദി റോമൻ ന്യൂമറൽ ആൻഡ് ദി ആൽഫബറ്റ് ചൂസൺ ഫോർ യുവർ ആൻസർ. ക്വസ്റ്റ്യന്റെ റോമൻ ന്യൂമറലും കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷന്റെ ആൽഫബറ്റും എഴുതിയാൽ മതി, അതിന്റെ ആവശ്യമുള്ളൂ എന്ന് പറയുന്നുണ്ട്. 10 MCQ ഉണ്ട്, ഓരോ മാർക്ക് വെച്ച് 10 MCQ ഉണ്ട്. 10 മാർക്കാണ് നമുക്ക് MCQ സ്കോർ ചെയ്യാനായിട്ട് പറ്റുക. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വൈൽ റെഫറിംഗ് ടു ദി കസ്റ്റമർ സർവീസ് ഒബ്ജക്റ്റീവ് ഓഫ് ഓപ്പറേഷൻസ് മാനേജ്മെന്റ്, പ്രൈമറി കൺസിഡറേഷൻ ട്രീറ്റ്മെന്റ് ഓഫ് എ ഗിവൺ റിക്വസ്റ്റഡ് ഓർ അക്സെപ്റ്റബിൾ സ്പെസിഫിക്കേഷൻ ക്യാൻ ബി അസോസിയേറ്റഡ് വിത്ത് വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് പ്രിൻസിപ്പൽ ഫംഗ്ഷൻ? ട്രീറ്റ്മെന്റ് ഓഫ് എ ഗിവൺ റിക്വസ്റ്റഡ് ഓർ അക്സെപ്റ്റബിൾ സ്പെസിഫിക്കേഷൻ. നമ്മൾ ആഗ്രഹിക്കുന്ന സ്പെസിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക, നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്ന സ്പെസിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക. അതിനെ നമ്മൾ എന്തെന്ന് പറയും? സർവീസ് എന്ന് പറയും. സിമ്പിൾ. അടുത്ത MCQലേക്ക് വരാം. നോക്കിക്കേ. The type of plan layout which involves a grouping together of similar machines in one department is called.
സിമിലർ ടൈപ്പ് ഓഫ് മെഷീൻസ് അല്ലെങ്കിൽ സർവീസസ് ഒരിടത്ത് ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നു. അതിനെ എന്തെന്നാ പറയുന്നത്? പ്രോസസ് ലേഔട്ട്. നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതേ ക്വസ്റ്റ്യൻ കണ്ടിരുന്നു, ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആൻസർ സെയിം ആണ്, പ്രോസസ് ലേഔട്ട്. ദെൻ ഇൻ വിച്ച് സ്റ്റേജ് ഓഫ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ PLC പ്രോഫിറ്റ് സ്റ്റാർട്ട്സ് ഡിക്ലൈനിങ് ഈവൻ ദോ സെയിൽസ് വോളിയം ടെൻഡ് ടു ഇൻക്രീസ്? പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിലെ ഏത് സ്റ്റേജിലാണ് പ്രോഫിറ്റ് താപ്പോട്ടേക്ക് വരിക, സെയിൽസ് ഇൻക്രീസ് ചെയ്യേണ്ട സാഹചര്യം വരിക? മെച്യൂരിറ്റി സ്റ്റേജിലാണ്, മെച്യൂരിറ്റി സ്റ്റേജ് കേട്ടോ. ദെൻ which one of the following scheduling systems is used when large number of items of similar types are produced? Large number of items അതിൽ തന്നെ ഉണ്ട് മാസ് ഷെഡ്യൂളിംഗ് സിസ്റ്റം. മാസ് ഷെഡ്യൂളിംഗ് സിസ്റ്റത്തിലാണ് ലാർജ് നമ്പർ ഓഫ് ഐറ്റംസ് സിമിലർ ടൈപ്പിലുള്ള ഐറ്റംസ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ അഞ്ചാമത്തെ ചോദ്യം. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ISO സ്റ്റാൻഡേർഡ്സ് evaluates the management of the entire manufacturing process from purchasing to design to training? ഇത് ഞാൻ മുമ്പ് ഒരു സെഷൻ ചെയ്തു എന്ന് പറഞ്ഞില്ലേ, അതിൽ ഈ ഒരു MCQ വന്നിട്ടുണ്ടായിരുന്നു. ആൻസർ ISO 9000 ആണ്. ISO 9000. നെക്സ്റ്റ് നമുക്ക് താഴേക്ക് വരാം. നോക്കി, ഇതൊരു പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. എ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ ഹാസ് വൺ ക്യാഷർ. The average number of customers handled by the cashier is 30 per hour. If the customers arrive at the store at a mean rate of 25 per hour, what will be the average number of customers in the system? Queuing മോഡലിലെ ഒരു പ്രോബ്ലം ആണ് തന്നിരിക്കുന്നത്. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് വിൽ ബി ദി ആവറേജ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഇൻ ദ സിസ്റ്റം. LS കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. LS കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ ഉണ്ടല്ലോ, ലാംഡ ഡിവൈഡ് ബൈ മ്യൂ മൈനസ് ലാംഡ. ഇവിടെ ലാംഡ നമുക്ക് തന്നിട്ടുണ്ടോ? അറൈവൽ റേറ്റ് തന്നിട്ടുണ്ടോ? നോക്കിയേ, അറൈവൽ റേറ്റ് ലാംഡ തന്നിട്ടുണ്ടോ? ഉണ്ടല്ലോ. ഇഫ് ദ കസ്റ്റമേഴ്സ് അറൈവ് അറ്റ് ദി സ്റ്റോർ അറ്റ് മീൻ റേറ്റ് ഓഫ് 25 per hour അല്ലേ, 25 per hour. ഓക്കെ, അറൈവൽ റേറ്റ് കിട്ടി. ദെൻ മ്യൂ, സർവീസ് റേറ്റ് ഉണ്ടോ നമ്മുടെ കയ്യില്? സർവീസ് റേറ്റ് തന്നിട്ടുണ്ടോ? ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ടല്ലോ. ദ ആവറേജ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഹാൻഡിൽഡ് ബൈ ദി ക്യാഷർ ഈസ് 30 per hour. ആഹാ, അടിപൊളി, രണ്ടും തന്നിട്ടുണ്ട്. മിനിറ്റ്സിലൊന്നും അല്ല തന്നിരിക്കുന്നത്, ഡയറക്റ്റ് അവറിലാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. ലാംഡയും മ്യൂവും നമുക്ക് കിട്ടി. ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്തോ. ലാംഡ 25 ഡിവൈഡ് ബൈ മ്യൂ എന്ന് പറയുന്നത് 30 മൈനസ് 25. സോ 25 ഡിവൈഡ് ബൈ 5 വരും. എത്ര ആൻസർ വരിക? 5 കസ്റ്റമേഴ്സ്. അതായത് ഓപ്ഷൻ നമ്പർ സി, 5 കസ്റ്റമേഴ്സ്. ക്ലിയർ? ശരി, അടുത്ത ക്വസ്റ്റ്യൻ. എ പ്രിൻസിപ്പൽ ടൂൾ വിച്ച് ഈസ് യൂസ്ഡ് ഇൻ ഷെഡ്യൂളിംഗ് ആൻഡ് ഓൾസോ ഇൻ സം മെത്തേഡ്സ് ഓഫ് ലോഡിംഗ്. ഒരു പ്രിൻസിപ്പൽ ടൂൾ ആണ്, ഷെഡ്യൂളിംഗിലും യൂസ് ചെയ്യുന്നു, ലോഡിംഗിലും യൂസ് ചെയ്യുന്നു. ഗ്രാൻഡ് ചാർട്ട്. ഓക്കെ, അടുത്തതിൽ the spare parts which are characterized by their lower reliability as well as their lower power unit cost are classified as regular spares. The spare parts which are characterized by their lower reliability as well as their lower per unit എല്ലാം lower ആണ്. ഏത് സ്പെയർസ് ആണ്? ഏത് ടൈപ്പ് ഓഫ് സ്പെയർസ് ആണ്? റെഗുലർ സ്പെയർസ്. നെക്സ്റ്റ് വൺ ഒരു പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. നോക്കിക്കോ. MBT Limited is the manufacturer of bearings. The inventory holding cost per bearing per month is 20 paise. If its economic batch quantity EBQ is 4000 units, then the minimum inventory holding cost at optimum run size will be. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മിനിമം ഇൻവെന്ററി ഹോൾഡിംഗ് കോസ്റ്റ് ആണ്. കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? EBQ ഡിവൈഡ് ബൈ 2 ഇൻറ്റു ക്യാരിയിങ് കോസ്റ്റ്. ഓർമ്മയുണ്ടോ? EBQ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ടല്ലോ 4000 ഡിവൈഡ് ബൈ 2 ഇൻറ്റു ക്യാരിയിങ് കോസ്റ്റ്. ഇൻവെന്ററി ഹോൾഡിംഗ് കോസ്റ്റ് പെർ ബെയറിംഗ് പെർ മന്ത് 20 പൈസ. പെർ മന്ത് 20 പൈസ എന്ന് തന്നിരിക്കുന്നത്. 20 പൈസ എന്ന് പറയുമ്പോൾ 0.20 ആനുവലി ആക്കണം. അതിനെന്ത് ചെയ്യണം? ഇൻറ്റു 12 ചെയ്യണം. 0.20 ഇൻറ്റു 12
എത്ര വരും നോക്കി? 0.20 into 12, 2.4. സോൾവ് ചെയ്യും. എത്ര വരും നോക്കി? 4000 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 2.4, 4800. 4800 കിട്ടിയല്ലോ. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓപ്ഷൻ സി. Then, which one of the following characteristics of good product design refers to the ease of manufacture with minimum cost? പ്രൊഡക്റ്റിബിലിറ്റി ആണ് ആ ഒരു ഗുഡ് പ്രൊഡക്റ്റ് ഡിസൈനിന്റെ ക്യാരക്ടറിസ്റ്റിക്. മിനിമം കോസ്റ്റിൽ നമ്മൾ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും. പ്രൊഡക്റ്റബിലിറ്റി. ദെൻ മാച്ച് ദ ഫോളോയിങ് ആണ് കേട്ടോ. 6 മാർക്കിന് മാച്ച് ദ ഫോളോയിങ്. MCQs എത്രയായിരുന്നു? 8 10 മാർക്കിന് MCQ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ ഒരു 6 മാർക്കിന് നമ്മളോട് എന്ത് ചോദിച്ചിരിക്കുകയാണ്? മാച്ച് ദ ഫോളോയിങ് ചോദിച്ചിരിക്കുക. കോളം 1ഉം 2ഉം നമ്മൾ മാച്ച് ചെയ്യണം. ഓപ്പറേഷൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് കൺവേർഷൻ ഓഫ് ഇൻപുട്സ് ഇൻടു ഔട്ട്പുട്ടിനെയാണ് ഓപ്പറേഷൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ലെസ് പ്രോൺ ടു ഒബ്സലസൻസ്. ജനറൽ പർപ്പസ് മെഷീൻ ആണ് ലെസ് പ്രോൺ ടു ഒബ്സലസൻസ് സംഭവിക്കുക. ക്യാപിറ്റൽ ഇന്റൻസിറ്റി എന്ന് പറയുമ്പോൾ F, മിക്സ് ഓഫ് എക്യുപ്മെന്റ് ആൻഡ് ലേബർ വിച്ച് വിൽ ബി യൂസ്ഡ് ബൈ ദി ഫോം. ടെലിവിഷൻ സെറ്റ് എന്ന് പറയുമ്പോൾ അസംബ്ലി ലൈനുമായിട്ട് ചേരും. അസംബ്ലി ലൈൻ. മോഷൻ എക്കോണമി എന്ന് പറയുന്നത് മെത്തേഡ് സ്റ്റഡിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ദെൻ CAD എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഡിസൈൻ. ക്ലിയർ? ശരി. അടുത്തത് ട്രൂ ഓർ ഫോൾസ് ആണ്. 6 മാർക്കിന് 6 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 6 സ്റ്റേറ്റ്മെന്റ്സ് ആണുള്ളത്. അത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. നമുക്ക് നോക്കാം. സബ് കോൺട്രാക്ടിങ് റെഫേഴ്സ് ടു ഓഫ് ലോഡിംഗ് സം ഓഫ് ദി ജോബ് ടു ഔട്ട്സൈഡ് വെൻഡേഴ്സ്, thus hiring the capacity to meet the requirements of the organization. ശരിയല്ലേ? സബ് കോൺട്രാക്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ജോബ് ഔട്ട്സൈഡ് വെൻഡേഴ്സിന് കൊടുക്കുകയാണ് അല്ലേ? സോ ഫസ്റ്റ് വൺ ട്രൂ ആണ്. രണ്ടാമത്തെ ചോദ്യം. In the priority service type of queue structure, customers in the queue are called for the service according to the order of their arrival. ആണോ? പ്രയോറിറ്റി സർവീസിൽ ക്യൂവിനനുസരിച്ചാണോ, ക്യൂ നിൽക്കുന്ന ആൾക്കാർക്ക് അനുസരിച്ചാണോ നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുക? പ്രയോറിറ്റി സർവീസിൽ ഒരിക്കലും അല്ല. പ്രയോറിറ്റി സർവീസിൽ നമ്മൾ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ VIP വരുമ്പോൾ ആദ്യം കയറ്റി വിടാറുണ്ട്, ആദ്യം സർവീസ് കൊടുക്കാറുണ്ട്. ഒരു ആക്സിഡന്റ് കേസ് വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഫോൾസ് ആണല്ലേ? ഫോൾസ്. Nowadays the term productivity has become the synonymous to progress. ശരിയാണ്. പ്രൊഡക്ടിവിറ്റിയും പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ ഏകദേശം സെയിം അർത്ഥമാണുള്ളത്. സോ ട്രൂ ആണ്. CPM can be analyzed statistically whereas PERT not. ഫോൾസ് ആണ്. CPM മാത്രമേ സ്റ്റാറ്റിസ്റ്റിക്കലി അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു. പെർട്ടിന് പറ്റില്ല എന്ന് പറയുന്നു. അത് ഫോൾസ് ആണ്. പെർട്ടിനും പറ്റും കേട്ടോ. അഞ്ചാമത്തെ നോക്കിയേ. The product with the higher mean time between failures is having lower reliability. ഇവർ പറയുന്നത് ഫെയിലിയർ ആവാനുള്ള കാലതാമസം കൂടുകയാണെങ്കിൽ അത് ലോവർ റിലയബിലിറ്റി ആണ് എന്താണ് സൂചിപ്പിക്കുന്നതെന്നാണ് അവർ പറയുന്നത്. അത് ശരിയാണോ? അത് തെറ്റാണ് അല്ലേ? സോ ഫിഫ്ത്ത് വൺ ഫോൾസ് ആണ്. ലാസ്റ്റ് വൺ. The next important function of production planning and control after routing is scheduling. True ആണ്. ഓക്കെ, അപ്പൊ ചെയ്തു കഴിഞ്ഞല്ലോ. ശരി, അപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇനിയും കൂടുതൽ വീഡിയോസ് ചെയ്യും. എല്ലാ സബ്ജക്റ്റുകളുടെയും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അത് ഓരോന്നായിട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത് വന്നോളും. നിങ്ങൾ സ്ഥിരമായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്തോളുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന വീഡിയോസ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് നമുക്ക് കൂടുതൽ വീഡിയോ ചെയ്യാനായിട്ട് പ്രചോദനമാവുക. സോ സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. പിന്നെ ഒരു കാര്യം കൂടി, നമ്മുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അറിയാൻ താഴെ ഒരു ലിങ്ക് കൊടുത്തിരിക്കാം. ആ ഒരു വീഡിയോ കണ്ടാൽ മതി. സോ
അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.